ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു പാലക്ക് വാങ്ങിന് കുറച്ച് പാലക്ക് വാങ്ങി എല്ലാം കഴുകി നല്ല ക്ലീനാക്കി വെച്ച് വെള്ളമെല്ലാം അരിച്ച്. അപ്പോൾ പാലക്ക് വറവ്. ഈ പാലക്കും എൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, 2 പച്ചമുളക്, പിന്നെ ഇത് ചെറുപയർ പരിപ്പ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കെല്ലാം കട്ട് ചെയ്യാം. പാലക്ക് നല്ല ഒരു ഇതാണ്, ശരീരം നല്ല ബ്ലഡെല്ലാം വെക്കുന്ന നല്ല ഒരു ഇതായി. ഇപ്പം പാലക്കു മേത്തി എന്ന് പറയുന്ന ഇതെല്ലാം ഇപ്പോൾ തണുപ്പ് സമയത്ത് കീഞ്ഞ കൂടുതൽ. ഇതെല്ലാം ഒന്ന് വാങ്ങി നിങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തർ കഴിച്ച് നോക്കുക. നമ്മളെ നാട്ടിൽ അധിക സ്ത്രീകൾക്കൊന്നും ഈ പാലക്ക് മേത്തിയൊന്നും അറിയില്ല. പുറത്തെല്ലാം പോയ ആൾക്കാർക്കേ കുറച്ച് അറിയുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവർക്കൊന്നും അറിയില്ല. പുറത്തെല്ലാം പോയി എല്ലാം കണ്ട അവർക്കേ അങ്ങനെ ഈ പാലക്ക് മേത്തീനെ പറ്റിയിട്ടെല്ലാം അറിയുന്നു. ഒരുപാട് ഈ പച്ച ഇലേൻ്റെ പച്ചക്കറികളുണ്ട്, സബ്ജികളുണ്ട് വറക്കണ്ടേ. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ. വെള്ളം ഒന്ന് കട്ടാക്കി ഇപ്പം ഇനി വെലിങ്ങനെ കട്ടാക്കിയാൽ ഇത് നല്ല അലിഞ്ഞങ്ങ് പോവും, ചെറുതായിട്ട് തന്നെ പോവും. എന്നാലും കട്ടാക്കുക ഇങ്ങനെ. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അധികം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല, അടിഞ്ഞു പോവും. കഴുകി പിന്നെ അരിക്കുക. കഴുകി നല്ല ഈ തോള പോലത്തെ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ വെള്ളം ഊറാൻ വെക്കുക. അല്ലാണ്ട് കൂടുതൽ നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വേഗം അലിഞ്ഞ പോലെ ഇലേൻ്റെ കളറിൽ ഇതായിപ്പോയി. വേഗം ഇതാകുന്ന സാധനം അലിഞ്ഞു പോകുന്ന ഞളവ് വരുന്നൊരു ഇലയാണിത്. ഈ പാലക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലാരും വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല. പച്ചമുളകും കൂടി കൊടുക്കാം. 2 പച്ചമുളക് ഇടുന്നുള്ളൂ. മതിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ അതിൻ്റെ എരിവേഗം നല്ലോണം ഉണ്ടാവും. ഉള്ളി കഴുകിയിട്ട് ഒരു ലേശം ലാസ്റ്റ് മഞ്ഞൾ വെള്ളത്തിലും കൂടി ഒരു ഒറ്റ മിനിറ്റ് ഇട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഈ പാത്രത്തിൽ വെള്ളം ഊറാൻ വെക്കുക. കുക്കിങ് കുറേ ആൾ പറഞ്ഞു, കുക്കിങ് കുറേ ഉണ്ട്, ഓരോന്നായിട്ട് ഞാൻ ഇടാം മെല്ലെ മെല്ലെ. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ചെറുങ്ങനെ മുറിച്ചാൽ മതി. ഇതിൽ തേങ്ങേൻ്റെ ആവശ്യമില്ല, തേങ്ങ ഇടൂല. അങ്ങനെ ഉരുളക്കിഴങ്ങ് മുറിച്ച് കഴിഞ്ഞ് നമുക്കിത് എങ്ങനെ വറക്കുന്നതെന്ന് നോക്കാം.
ചീനിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കില്ല. ചീനച്ചട്ടി ചൂടായി. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ കടുക് പൊട്ടാനായിട്ട് എണ്ണ ചൂടായാൽ നമുക്ക് കടുക് ഇടാം. ഹിന്ദിക്കാരെല്ലാം ജീരകം ഇടുക, പക്ഷെ നമുക്ക് കടുക് ഇടാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കണം. രണ്ടിൽ നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് കഴുകി ഒന്ന് അരിച്ചതാണ്, വെള്ളം ഊരിയതാണ്. വെച്ചാൽ മണ്ണാറ്റം ഉണ്ടാവുമല്ലോ, മണ്ണോ കുഴി ഉണ്ടാവുമല്ലോ, അത് കഴുകിയത് അരിച്ച് വെച്ചതാണ്. പരിപ്പിനൊന്ന് ചെറിയൊരു നിറ വ്യത്യാസം വരും. നമുക്ക് ചെറുപയറിൻ്റെ ഒരു പച്ച ചൊയ അങ്ങ് മാറി കിട്ടുമ്പോൾ ചെറുപയറിൻ്റെ പച്ച ചൊയ മാറി. ഇനി നമുക്ക് മുറിച്ചിട്ട് പാലക്കും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഉള്ളിയും എല്ലാം നമുക്ക് ഒരു ചെറിയ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമുക്ക് ഇളക്കാം. ചെറുപയർ പരിപ്പില്ലെങ്കിൽ നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കാബേജിലല്ല ഉഴുന്ന് പരിപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഉഴുന്ന് പരിപ്പിൽ ഇതിൽ തന്നെ പാലക്ക് ചപ്പിൽ തന്നെ വെള്ളമുണ്ട് ഒരുപാട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് നല്ലതാണ്. സ്ത്രീകൾക്കെല്ലാം നല്ല ഇതാണ്, നല്ല ബ്ലഡ് വെക്കുന്ന സാധനമാണ് പാലക്ക്. ഇങ്ങനെ മൂടിക്കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം. പാലക്കിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി, ഇനി വെള്ളം ഒന്ന് വറ്റിയുകൊണ്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ലോണം വെള്ളം നമുക്കിത് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പാലക്ക് വറവിട്ട് നമ്മളിവിടെ വറവ് എന്ന് പറയുക. പരിശ്ശേരി, നിങ്ങളെ തെക്ക്
കോഴിക്കോട്ടെല്ലാം തോരൻ എന്ന് പറയും. പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. അറിയില്ല, അധികാർക്കും അറിയാം, അധികാർക്കും അറിയില്ല. എന്നാലും ഇത് വാങ്ങി ഒന്ന് വറുത്ത് നോക്കുക. നല്ലതാണ്, ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ വറുത്ത് നോക്കുക. ചെറുവാരി പരിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന പരിപ്പ് ഇടാം. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തേങ്ങ ഇടാം. പക്ഷേ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. തേങ്ങ എല്ലാത്തിലും ഇട്ടാൽ അതിൻ്റെതായ ഇതുണ്ടാവില്ല. ഇങ്ങനെ വറുക്കുന്നതൊക്കെ ഇങ്ങനെ വറുക്കുക. തേങ്ങ ഇടണം നിർബന്ധമില്ലാത്ത തേങ്ങ ഇടാം അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വറുക്കുക. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് പലതും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഉണ്ടാക്കുന്ന ഏത് കുക്കിങ്ങാന്ന് വെച്ചാൽ ആ കുക്കിങ്ങിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാലല്ലേ നമുക്കൊരു ഇതുണ്ട്. എല്ലാവരും കാണുമ്പോൾ അതെന്നാൽ നമ്മൾ ഉണ്ടാക്കി നോക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ വരിക. അപ്പോൾ ഉണ്ടാക്കിയാൽ നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ലൈവിലും പറഞ്ഞാൽ പോരാ. ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന റെസിപ്പി, ഏത് റെസിപ്പി ഉണ്ടാക്കുന്ന ആ റെസിപ്പീൻ്റെ കമൻറ്റിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ വിടണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ട വഴി. അതുകൊണ്ട് താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ പാലക്ക് വറവ് പറഞ്ഞാൽ പാലക്ക് സബ്ജി എന്ന് പറയും. അപ്പോൾ പാലക്ക് സബ്ജി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.